ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അധ്യായം 318. ഹേമന്തിൻ്റെ വിഷമം. ജഗൻ വളരെ സന്തോഷത്തിലായിരുന്നു. അവൻ തന്നെ ശരിക്കും സ്നേഹിക്കുമോ സഹായിക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷയില്ലായിരുന്നു ലാവണ്യ. എന്നാൽ അത് വീണ്ടും അവനോട് ചോദിക്കാൻ അവൾക്കൊരു മടി തോന്നി. എങ്കിലും അവളുടെ മുഖഭാവം കണ്ടപ്പോൾ ജഗൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ജഗൻ അവൾക്ക് ഉറപ്പ് നൽകി. ലാവണ്യക്കത് കേട്ട് സന്തോഷമായി. അതുകൊണ്ട് തന്നെ ജഗനെ കൂടുതൽ തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി അവൾ തനിക്കുണ്ടായ മോശം കാര്യങ്ങളെല്ലാം പറഞ്ഞ് സഹതാപം നേടിയെടുക്കാൻ ആഗ്രഹിച്ചു. എനിക്ക് ശരിക്കും സന്തോഷിക്കാനൊന്നും കഴിയുന്നില്ല ജഗൻ. എന്നെ എല്ലാവരും ചതിച്ചിട്ടേ ഉള്ളൂ. എനിക്കാരെയും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. നീ വാക്കുമാറില്ലല്ലോ. എല്ലാ കാലത്തും എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? അവൾ ആശങ്ക ഭാവിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. ജഗൻ അത് മറുപടിയൊന്നും പറയാതെ അവളെ നോക്കി. അവന്റെ മുഖത്ത് നേരിയൊരു വിഷമമുണ്ടായിരുന്നു. അവന് താൻ ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലായതുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ ശരിക്കും തകർന്നു പോയൊരാളാണ്. നിനക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ ജഗൻ? കല്യാണ ദിവസം തന്നെ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. അന്ന് ഞാൻ എത്രത്തോളം അപമാനിക്കപ്പെട്ടു എന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ സിദ്ധാർത്ഥ അവളെ എത്രമാത്രം ദ്രോഹിച്ചു എന്ന് ജഗന് മനസ്സിലായി. അവൻ ഉടനെ ലാവണ്യെ കെട്ടിപ്പിടിച്ചു. അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു. ലാവണ്യ, നീ വിഷമിക്കേണ്ട. ഈ കാര്യത്തിൽ ഞാൻ അവനോട് പ്രതികാരം ചെയ്യും. നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ അവന് നിന്റെ വില മനസ്സിലാക്കി കൊടുക്കാൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നു. നീ ഇടയ്ക്കിടെ ഇങ്ങനെ പറയണമെന്നില്ല. നിന്റെ കൂടെ ഇനി എന്നും ഞാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്നും എപ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. അവൻ ഗൗരവത്തിൽ പറഞ്ഞു. അവൻ അവളുടെ കൈമുകളിൽ ചുംബിച്ചുകൊണ്ട് തന്നെ തുടർന്നു. നിന്നെ പോലൊരു സുന്ദരിയായ പെൺകുട്ടിയെ വേണ്ടെന്ന് വെച്ച അവൻ എന്തു മനുഷ്യനാടോ. എന്നിരുന്നാലും അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനൊരു ഭാഗ്യമുണ്ടായത്. നിന്നെ എനിക്ക് കിട്ടിയില്ലേ. അവൻ ശരിക്കും ഒരു വിഡ്ഢിയാണ്. ജഗൻ അത്രയും പറഞ്ഞുകൊണ്ട് അവളെ ചുംബിച്ചു. ഇത് കേട്ട് ലാവണ്യക്ക് ഒരുപാട് സന്തോഷമായി എന്ന് അവന് മനസ്സിലായി. അവൻ ഉടനെ പറഞ്ഞു, നിന്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യമുണ്ടാവുന്നത് തന്നെ വലിയ കാര്യമാണ് ലാവണ്യ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവനില്ല. ഇനി നീ അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. അതെല്ലാം കഴിഞ്ഞ സംഭവങ്ങളാണ്. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ലാവണ്യയുടെ ഹൃദയം വേദനിച്ചു. പക്ഷെ അവൾക്കപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. അവൾ ഒന്ന് പുഞ്ചിരിച്ചു. അതെ സിദ്ധാർത്ഥ്, ഇതുവരെ കാണിച്ചതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയും കരുതലും ഇവർ എന്നോട് കാണിച്ചിട്ടുണ്ട്. അവനുമായി താരതമ്യപ്പെടുമ്പോൾ നിങ്ങളൊരു രത്നമാണ്. അത് കേട്ട് അവൻ മൃദുവായി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ തന്റെ കൈകൾ ലാവണ്യയുടെ തോളിലൂടെ ഓടിച്ചു. അവളുടെ ചർമ്മത്തിലൂടെ തഴുകി പതിയെ ആ ഒരു കൈകൾ അവളുടെ അരക്കെട്ടിലേക്ക് നീക്കി. ലാവണ്യ നാണത്തോടെ പുഞ്ചിരിച്ചു. ആ മുറിയിൽ നിശബ്ദത കടന്നു വന്നു. എന്നിരുന്നാലും ലാവണ്യ ഇടയ്ക്കിടയ്ക്ക് തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമിക്കുന്നുണ്ടായിരുന്നു. തനിക്ക് സംഭവിച്ച അപമാനം എല്ലാം അവൾക്ക് ഓർമ്മ വന്നു. നീലിയും ഒരു പക്ഷേ ഇല്ലായിരുന്നുവെങ്കിൽ തനിക്ക് ആഗ്രഹിച്ച പുരുഷനെ അരികിലിരിക്കാൻ സാധിച്ചേനെ. ഇതുപോലെ സിദ്ധാർത്ഥ തന്നോടും സ്നേഹത്തോടെ പെരുമാറുമായിരുന്നു. അവൻ തന്നെ സ്നേഹിക്കുമായിരുന്നു. ഇപ്പോഴും ജഗനെ പൂർണ്ണമായിട്ടും അവൾക്ക് സ്നേഹിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അവൾ സിദ്ധാർത്ഥിനെ സ്നേഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു. അവൾ അവന്റെ സമ്പത്തും മറ്റും ആഗ്രഹിച്ചതുകൊണ്ടാണ് വിവാഹത്തിന് ഒരുക്കം കൂട്ടിയിരുന്നത്. എന്നാൽ അവസാനം അവളുടെ എല്ലാ ശ്രമങ്ങളും പാഴായി. അപ്പോൾ ദൈവമായി തനിക്ക് ജഗനെ കൊണ്ടു തന്നതാണെന്ന് അവൾക്ക് തോന്നി. അവൻ വഴി മാത്രമേ ഇനി സിദ്ധാർത്ഥിനെ ഒരു പാഠം പഠിപ്പിക്കാൻ സാധിക്കുള്ളൂ. അവൻ ഈ അവസരം ഉപേക്ഷിക്കില്ല എന്ന് മാത്രമല്ല, ആ വില്ലയിലെ താമസവും മറ്റും കൊണ്ട് അവർ വളരെ സമ്പന്നനാണെന്ന് ലാവണ്യ കണ്ടുപിടിച്ചിരുന്നു. ജഗന്റെ കമ്പനിയായ സിറ്റി ടെക് മേഖലയിലെ ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പ് തന്നെയായിരുന്നു. സിദ്ധാർത്ഥ് വിശ്വ ഗ്രൂപ്പുമായി മത്സരിക്കാൻ ഇദ്ദേഹത്തിന് മാത്രമേ കഴിയൂ. ഇതായിരുന്നു അവളുടെ ഒരേ ഒരു അവസരം. അല്ലാത്ത പക്ഷം താൻ വർഷങ്ങളായി സ്വപ്നം കണ്ടിരുന്ന ജീവിതം നീലിമ ജീവിക്കുന്നത് കണ്ടുകൊണ്ട് അവൾക്കിരിക്കേണ്ടി വരും. അത് സംഭവിക്കാനൊന്നും അനുവദിക്കില്ല. നീലിമ എന്റെ പ്രണയം മോഷ്ടിച്ചു. അവളെ ഒരു പാഠം പഠിപ്പിക്കണം. ലാവണ്യ ആവേശത്തോടെ ചിന്തിച്ചു. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ലാവണ്യയുടെ മുഖം പതിയെ മാറി. അവളുടെ ഉള്ളിൽ അസൂയയും വെറുപ്പും പടർന്നു പിടിച്ചു. അവൾ അത് പുറത്തു കാണിക്കാതെയാണ് ഇതുവരെ പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷേ അവളുടെ മുഖഭാവം നോക്കിയപ്പോൾ അവൾ അസ്വസ്ഥയാണെന്ന് ജഗൻ അറിഞ്ഞു. സിദ്ധാർത്ഥിനെ കുറിച്ചുള്ള പരാമർശമാണ് അവളെ വല്ലാതെ വിമർശിക്കുന്നത് എന്ന് അയാൾക്ക് മനസ്സിലായി. അവൾ അധികം അവനെ സ്നേഹിച്ചിരുന്നു എന്ന് അവന് മനസ്സിലാക്കാനും സാധിച്ചു. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാൻ അയാൾ തുനിഞ്ഞില്ല. അവളുടെ അസ്വസ്ഥത കൂട്ടാൻ അയാൾ ആഗ്രഹിച്ചില്ല. അവസാനം അതൊന്നും ശ്രദ്ധിച്ചില്ല എന്ന മട്ടിൽ ജഗൻ അഭിനയിച്ചു. അവർ ഒരേ ചിന്താഗതിക്കാരായിരുന്നു. അവർക്ക് ഒരേ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഒന്നിച്ചിരിക്കാൻ. അത് മതിയായിരുന്നു. മറ്റെല്ലാം അവർ വിസ്മരിച്ചു കളഞ്ഞു.
എല്ലാത്തിനും ഉപരി തന്നെക്കാൾ ഉയരത്തിൽ എത്താൻ ആരെയും അനുവദിക്കില്ല എന്ന് ജഗൻ തീരുമാനിച്ചിരുന്നു. തങ്ങൾക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനകളെക്കുറിച്ച് അറിയാതെ സിദ്ധാർത്ഥും നീലിമയും സന്തോഷത്തോടെ അപ്പോഴും മധുവിധു ആഘോഷിക്കുകയായിരുന്നു. ലാവണ്യയെക്കുറിച്ച് ഒരിക്കൽ പോലും സിദ്ധാർത്ഥ് ചിന്തിച്ചിരുന്നില്ല. അവൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചു പോയോ എന്നൊന്നും അവൻ ശ്രദ്ധിച്ചില്ല. അവൾക്ക് അവനുമായി ഇനി ഒരു ബന്ധവും ഉണ്ടാവില്ലെന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. എന്നിരുന്നാലും അവളെ ശ്രദ്ധിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അവൻ വല്ലാതെ വേദനിപ്പിച്ചിട്ടും വർഷങ്ങളായി അവളുടെ ഓരോ ചലനവും നിശബ്ദമായി നിരീക്ഷിക്കുന്ന ഒരാള്. ഹേമന്ത്. ലാവണ്യ വിവാഹവേഷത്തിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നറിഞ്ഞപ്പോൾ ഹേമന്ത് ആദ്യം ചെയ്തത് അവളെ അന്വേഷിക്കുകയായിരുന്നു. അവൻ ഒരുപാട് അന്വേഷിച്ചെങ്കിലും അവൾ എവിടെയാണെന്നുള്ള സൂചന പോലും കണ്ടെത്താനായില്ല. അവൻ അവളുടെ വീട്ടിൽ പോയിരുന്നു. പക്ഷേ ഇതുവരെ അവളെ കുറിച്ചിട്ട് ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. അതിൽ അവന് വല്ലാത്ത വിഷമം തോന്നി. അവൾ ആരുമായും ബന്ധപ്പെട്ടിരുന്നില്ല എന്നറിഞ്ഞപ്പോൾ അവനിലെ ആശങ്ക വർദ്ധിച്ചു. അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ മറഞ്ഞു താമസിക്കുന്നതെന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. സാധാരണ എത്ര വലിയ പ്രശ്നമുണ്ടായാൽ പോലും അവൾ അങ്ങനെ ഒളിച്ചു താമസിക്കാനൊന്നും ആഗ്രഹിക്കാറില്ല. അതെല്ലാം ഓർത്തപ്പോൾ അവൾ ഇപ്പോൾ വല്ലാത്ത വിഷമത്തിലായിരിക്കുന്നുവെന്ന് അവന് തോന്നി തുടങ്ങി. അവളെ ഉടനെ തന്നെ കണ്ടെത്തണമെന്ന് അവൻ തീരുമാനിച്ചിരുന്നു. ഹേമന്ത് വളരെ ഉത്കണ്ഠാകുലനായിരുന്നു. എന്നാൽ അതിനും പ്രധാനമായി ലാവണ്യക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് അയാൾക്ക് തോന്നി. അവനും ലാവണ്യയും ഒരുമിച്ചാണ് വളർന്നത്. അതിനാൽ ലാവണ്യയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അവന് കുറച്ചുകൂടി ധാരണയുണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലും തോറ്റുകൊടുക്കുന്ന ആളല്ല അവൾ. അവൾ വെറുതെ ഒളിച്ചോടാൻ പോകുന്നവളല്ല. എന്നിരുന്നാലും ഇത്തവണ മാതാപിതാക്കളെ കാണാൻ പോലും അവൾ ആഗ്രഹിച്ചില്ല. അത് എന്തുകൊണ്ടാണെന്ന് അവൻ ആലോചിച്ചു. ഒന്നുകിൽ അവൾ തന്റെ വിഷമങ്ങളെല്ലാം മറക്കാൻ ഒന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ സിദ്ധാർത്ഥിനെതിരെ അവൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഹേമന്തിനെ നന്നായി ബാധിക്കുന്ന കാര്യമായിരുന്നു. ഇതിൽ ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നവൻ ആഗ്രഹിച്ചു. ലാവണ്യ തീർച്ചയായും പ്രതികാരം ചെയ്യും. അത്തരം അപമാനം സഹിക്കാൻ അവൾ ഒരിക്കലും തയ്യാറാവില്ല. ഇതെല്ലാം അറിഞ്ഞിട്ടും അവൾ എവിടെയാണെന്ന് ഹേമന്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ യാദൃശ്ചികമായി ലാവണ്യയെ കണ്ടു. അവളുടെ അരികിൽ അന്നൊരു പുരുഷനുണ്ടായിരുന്നു. അവൾ മെല്ലെ അയാളുടെ കൈ പിടിച്ചു. അവളുടെ പ്രവൃത്തി കണ്ടാൽ അവർ തമ്മിൽ വർഷങ്ങളായി പരിചയമുള്ളതുപോലെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് വെറും ഒരു സുഹൃത്തല്ല എന്ന് ഹേമന്തിന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. ലാവണ്യയുടെ വിവാഹ നിശ്ചയമായപ്പോൾ പോലും താൻ ഇത്രയും വേദനിച്ചിട്ടില്ല എന്ന് അവൻ അപ്പോൾ തോന്നി. അവൾ മറ്റൊരു പുരുഷനോടൊപ്പം സന്തോഷത്തോടെ നടക്കുന്നത് കണ്ട് അവന്റെ ഹൃദയം വേദനിച്ചു. അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് മുഖം തിരിച്ചു നോക്കിയ ലാവണ്യക്കും പെട്ടെന്ന് ഹേമന്തിനെ കണ്ടു. അവന്റെ മുഖത്ത് ഭാവമാറ്റം കണ്ട് അവൾക്ക് ഭയം തോന്നി. അവൻ എന്തെങ്കിലും കാര്യങ്ങൾ ജഗനോട് തുറന്നു പറഞ്ഞാലുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൾ ഓർത്തു. ജഗന്റെ അരികിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. അവൾ നിശബ്ദയായി നിന്നു. എന്നിട്ട് ഹേമന്തിന്റെ നേർക്ക് നോക്കി. അപ്പോൾ ജഗനും ഹേമന്തിനെ കണ്ടു. അവൻ ഉടനെ ഹേമന്തിന്റെ അരികിലേക്ക് നടന്നു. ഹേയ്, നീ എന്താടാ ഇവിടെ? എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്? ജഗൻ വളരെ സന്തോഷത്തോടെ ഹേമന്തിനെ നോക്കി ചോദിച്ചു. അത് കേട്ടപ്പോൾ ലാവണ്യയുടെ ഭയം വർദ്ധിച്ചു. അവൾ വളരെ കാലമായി അടുപ്പമുള്ള ആളുകളാണെന്ന് അവൾക്ക് തോന്നി. അപ്പോൾ ജഗൻ പറഞ്ഞു, ലാവണ്യ, ഇതെന്റെ ബിസിനസ് പങ്കാളിയാണ് ഹേമന്ത്. ലാവണ്യ അവനെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ ജഗൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഹേമന്ത്, ഇതെന്റെ പുതിയ കാമുകിയാണ്, ലാവണ്യ ദർശൻ. നിങ്ങൾക്ക് പരസ്പരം അറിയാമോ? എനിക്കിങ്ങനെ തോന്നി കണ്ടപ്പോൾ. ജഗൻ ചോദിച്ചു. എനിക്ക് ഇവനെയൊന്നും അറിയില്ല, ലാവണ്യ പെട്ടെന്നങ്ങ് പറഞ്ഞു. അവൾ അറിയാതെ പറഞ്ഞു പോയതാണ്. അത് കേട്ട് ഹേമന്ത് പുച്ഛത്തോടെ നിന്ന് ചിരിച്ചു. എന്നിട്ട് ഹേമന്ത് ലാവണ്യയുടെ നേർക്ക് രൂക്ഷമായിട്ടൊന്ന് നോക്കി. അവൾ എല്ലാം തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവൻ സ്വയം വിലക്കിക്കൊണ്ട് പറഞ്ഞു, ഞാനും മിസ് ലാവണ്യ ദർശനെ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കും അറിയില്ല. എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. അവൻ പറഞ്ഞു നിർത്തി. എന്നിട്ട് ലാവണ്യയുടെ നേർക്കൊന്നു നോക്കി. രണ്ടുപേരും പിന്നീട് ഒരക്ഷരം പോലും മിണ്ടിയില്ല. സത്യത്തിൽ അതൊരു പാർട്ടി നടക്കുന്ന ഇടമായിരുന്നു. അവിടെ ആളുകളെല്ലാം തന്നെ ലാവണ്യയെ പരിചയപ്പെടാനും മറ്റുമായി വന്നുകൊണ്ടിരുന്നു. ഹേമന്ത് നിശബ്ദനായി ഒരു സീറ്റിൽ വന്നിരുന്നു. ഒരു ഗ്ലാസ് റെഡ് വൈൻ കുടിക്കാൻ തുടങ്ങി. അവന്റെ കണ്ണുകളിലെ വികാരം വ്യക്തമായിരുന്നു. ലാവണ്യ ഇത്രയും സന്തോഷിച്ച് അവൻ ഈ അടുത്തൊന്നും തന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ അത് വളരെ സന്തോഷമുള്ള കാഴ്ചയായിരുന്നു. എങ്കിലും ഉള്ളിൽ എവിടെയോ അവന് അസൂയയുണ്ടായിരുന്നു. ജഗനും ലാവണ്യയും നല്ല ജോഡിയാണെന്ന് അവന് തോന്നി. പക്ഷേ എന്തുകൊണ്ടോ അവന് ചില സംശയങ്ങൾ തോന്നി തുടങ്ങി. അത്ര വേഗമൊന്നും ലാവണ്യ സിദ്ധാർത്ഥിനെ മറക്കാനിടയില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും അവൾ ജഗന്റെ കാമുകിയായി അഭിനയിക്കുന്നതെന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. സിദ്ധാർത്ഥിനെ തകർക്കാൻ വേണ്ടി മാത്രമായിരിക്കും അവൾ ജഗനൊപ്പം കൂടിയതെന്ന് ഹേമന്ത് ചിന്തിച്ചു. അങ്ങനെയാണെങ്കിൽ അവനെ സഹായിച്ചില്ലെങ്കിൽ അവൾ ഉറപ്പായിട്ടും അവനെ വിട്ടുപോകും.
ഇതാലോചിച്ചപ്പോൾ ഹേമന്തിന് വല്ലാത്ത വിഷമം തോന്നി. താൻ പ്രണയിച്ച പെൺകുട്ടി മറ്റൊരാളുടെ കൂടെ പോയതിനേക്കാൾ അയാൾക്ക് വിഷമം തോന്നിയത് തന്റെ ബിസിനസ് പങ്കാളിക്ക് അവൾ കാരണം എന്തെങ്കിലും വിഷമം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു. മാത്രവുമല്ല തന്റെ സുഹൃത്തായ സിദ്ധാർത്ഥിനെക്കുറിച്ചും അവന് ആവലാതിയുണ്ടായി. അവളുടെ ഉദ്ദേശം എന്താണെന്ന് താൻ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് അവൻ മനസ്സിൽ പറഞ്ഞു. ഇതിനെല്ലാം പുറമെ സ്ത്രീ വിഷയത്തിൽ ജഗനുമായിട്ടുള്ള താല്പര്യം ഹേമന്തിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ അവൻ അല്പം ആശയക്കുഴപ്പത്തിലായിരുന്നു. എങ്കിലും ലാവണ്യയോട് ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ അവൻ ആഗ്രഹിച്ചു. അവൻ അവളെ ഒന്ന് ഒതുക്കത്തിൽ കിട്ടാൻ കാത്തിരുന്നു. പക്ഷേ അവൾ അവനെ കാണാൻ ആഗ്രഹിച്ചില്ല. ഹേമന്ത് ഉള്ളിടത്തു നിന്നെല്ലാം തന്നെ ലാവണ്യ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. ഒടുക്കം അവളെ അവൻ വേദിയുടെ ഒരു വശത്ത് വെച്ച് കണ്ടുമുട്ടി. അവളെ പോവാൻ സമ്മതിക്കാതെ അവൻ വഴി തടഞ്ഞു നിൽക്കുകയായിരുന്നു. അത് ശ്രദ്ധിച്ച് ലാവണ്യ ചോദിച്ചു, ഹേമന്ത്, എന്താ നിന്റെ പ്രശ്നം? അവൾ ജഗൻ തന്റെ അടുത്തുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ് അത് ചോദിച്ചത്. അത് കേട്ട് ഹേമന്ത് പറയുന്നുണ്ട്, നിന്റെ ഉദ്ദേശം എന്താണ്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ഈ കാണിക്കുന്നത്? നിനക്ക് ജഗൻ ആരാണെന്നറിയാമോ? നീ എന്റെ കൂടെ പോര്, ഞാൻ നിന്നെ സഹായിക്കാം, നീ വരുമോ? ഹേമന്ത് അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ വലിയ തമാശ കേട്ടതുപോലെ അവൾ അങ്ങ് ചിരിച്ചു. നിന്റെ കൂടെ വന്നാൽ നീ എന്നെ സഹായിക്കുമെന്നാണോ പറഞ്ഞു വരുന്നത്? കൊള്ളാം. എന്തായാലും അന്ന് ഞാൻ ആ വേദിയിൽ വെച്ച് അപമാനിക്കപ്പെട്ടപ്പോൾ പോലും നിന്നെ അവിടെയൊന്നും കണ്ടില്ലല്ലോ ഈ പറഞ്ഞ സഹായം ചെയ്യാൻ. നിനക്കന്നും നിന്റെ സുഹൃത്ത് തന്നെയായിരുന്നില്ലേ വലുത്? അതുകൊണ്ട് ഇനി നീ എന്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട, എന്നെ ഒന്ന് വെറുതെ വിട്ടാ മതി, അവൾ വെറുപ്പോടെ പറഞ്ഞു. അത് കേട്ട് ഹേമന്ത് പറഞ്ഞു, നീ ഇങ്ങനെ നിന്റെ ജീവിതം തകർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടരുത് ലാവണ്യ. എനിക്ക് അത്രേ പറയാനുള്ളൂ. ദയവായി നീ എന്റെ കൂടെ വരണം. എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കും. സിദ്ധാർത്ഥ് നമ്മുടെ സുഹൃത്താണല്ലോ, അവനോട് നമുക്ക് നേരിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നിന്നോട് ഞാൻ വേണമെങ്കിൽ അവനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാം. ഹേമന്ത് പറഞ്ഞത് കേട്ട് ലാവണ്യ ചിരിച്ചു. അതെന്തിനാ നീ എന്നോട് മാപ്പ് പറയിപ്പിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൻ എന്നോട് ചെയ്തത് നിനക്കറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. എന്നെ അപമാനിച്ചു. ഒരു സുഹൃത്തിനോടല്ലെങ്കിൽ ഒരു സ്ത്രീയോട് പോലും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് അവനോട് നല്ല വിയോജിപ്പുണ്ട്. അത് നീ മാറ്റിയെടുക്കാനൊന്നും ശ്രമിക്കേണ്ട, ലാവണ്യ പറഞ്ഞു. അത് കേട്ട് ഹേമന്ത് അവളോട് പറഞ്ഞു, നീ അവനെ കുറ്റം പറയണ്ട. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ നിന്നെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ളത് നിനക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നീ അവനോട് വെറുതെ ഇങ്ങനെ വിരോധം വെച്ചിരിക്കരുത്. ഇത് കേട്ട് ലാവണ്യയുടെ ദേഷ്യം വർദ്ധിച്ചു. അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ നീ എന്നെ കാണാൻ വരുന്നത്? അവൾ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. ഹേമന്ത് ഒന്നും പറയാതെ അവൾ പോകുന്നതും നോക്കി നിന്നു. അവന്റെ മനസ്സിലപ്പോൾ ഓരോ കാര്യങ്ങളായി തെളിഞ്ഞു വരാൻ തുടങ്ങി. സിദ്ധാർത്ഥ് അവളോട് അത്രയും മോശമായി പെരുമാറിയതെല്ലാം തന്നെ താൻ അവളെ സ്നേഹിക്കുന്നത് അറിഞ്ഞുകൊണ്ടാണ്. അതായത് സിദ്ധാർത്ഥിന്റെ സ്നേഹം അവൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവനറിയാം. അങ്ങനെ ഒരു ഉദ്ദേശം ലാവണ്യക്കുള്ളത് കൊണ്ട് തന്നെ അവൾ അത് തുടർന്നാൽ താൻ വിഷമിക്കും എന്ന് അറിയാവുന്നതുകൊണ്ടാണ്. സിദ്ധാർത്ഥ് ഒരിക്കലും അവൾക്ക് നേരെ ഒന്ന് പുഞ്ചിരിക്ക പോലും ചെയ്യാത്തതാണ്. അങ്ങനെയുള്ള അവനെക്കുറിച്ച് അവൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ഓർത്തപ്പോൾ ഹേമന്തിന് വല്ലാത്ത വിഷമം തോന്നി. അവനൊന്നും പറയാതെ അവിടെ നിന്നും പോയി. അപ്പോൾ ലാവണ്യ ഹേമന്തിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അവൻ തന്നോട് ഇഷ്ടമുണ്ടെന്ന് അവൾക്കറിയാം. പക്ഷേ അത് അവൾ കാണാത്തതായി ഭാവിച്ചതാണ്. എന്നിരുന്നാലും ഇത്രയും വർഷം അനുഭവത്തിനിടയ്ക്ക് തന്നോട് മോശമായി പെരുമാറാത്ത, അല്ലെങ്കിൽ ഒരു കാര്യത്തിലും തന്നെ മുതലെടുക്കാൻ ശ്രമിക്കാത്ത ഒരേ ഒരു വ്യക്തി ഹേമന്ത് മാത്രമായിരുന്നു. അതോർത്തപ്പോൾ അവൾക്ക് അവനോട് വല്ലാത്ത സഹതാപം തോന്നി. അങ്ങനെ ലാവണ്യ ഹേമന്തിനെ ഓർത്ത് സഹതാപത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.